نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولنبلونكم بشيء من الخوف والجوع ونقص من الأموال والأنفس والثمرات وبشر الصابرين الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون أولئك عليهم صلوات من ربهم ورحمة وأولئك هم المهتدون. പ്രിയനിറഞ്ഞ സത്യവിശ്വാസിനികളെ, വിശ്വാസികളെ, പടച്ചതമ്പുരാന്റെ വിധിവിലക്കുകൾ അംഗീകരിച്ചും മാനിച്ചും ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളെയും വസിയത്ത് ചെയ്യുക. വിശ്വാസികൾ ഈ ദുനിയാവിൽ പലതരം പരീക്ഷണങ്ങൾക്ക് വിധേയരാകേണ്ടി വരും. ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾക്ക് വിധേയരാകേണ്ടി വന്നിട്ടുള്ളത് അല്ലാഹുവിൻ്റെ പ്രവാചകന്മാരാണ്. പ്രവാചകന്മാർ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള പരീക്ഷണങ്ങൾ യഥാർത്ഥത്തിൽ വിശ്വാസികളായ ആളുകൾ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. പരീക്ഷണം എന്നത് ഖൈറിലൂടെയും ഷർറിലൂടെയും അല്ലാഹു മനുഷ്യനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞതാണ്, ബിൽ ഖൈരി വശ്ശർരി, ഖൈറിലൂടെയും ഷർറിലൂടെയും അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കും. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിൽ പരീക്ഷണങ്ങൾക്ക് വിധേയരാകേണ്ടി വരുന്ന ചില കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ 155, 56, 57 ആയത്തുകളിൽ അല്ലാഹു സൂചിപ്പിക്കുന്നത്. അല്ലാഹു ഈ ആയത്ത് ആരംഭിക്കുന്നത് വലനബ്ലുവന്നക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഈ ഒരു പദപ്രയോഗം അറബി ഭാഷയെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യത്തെ ഉറപ്പിച്ച് പറയുന്നതിന് വേണ്ടി, ശക്തിപ്പെടുത്തി പറയുന്നതിന് വേണ്ടി ഖുർആനിൽ ഉപയോഗിക്കുന്ന രണ്ട് പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ്
ഈ ആയത്ത് അല്ലാഹു ആരംഭിക്കുന്നത് നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. ബിശൈഇൻ മിനൽ ഖൗഫ്. ഏതൊക്കെയാണ് ആ പരീക്ഷണങ്ങൾ? ഒന്ന്, നിങ്ങൾക്ക് ഭയം തന്ന്, പേടി തന്ന് അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കും. രണ്ടാമത്തത് വിശപ്പ്, ദാരിദ്ര്യം, പട്ടിണി തുടങ്ങിയതിലൂടെ നിങ്ങളെ പരീക്ഷിക്കും. വനഖസിൻ മിനൽ അംവാൽ. സാമ്പത്തികമായ പ്രയാസങ്ങളിലൂടെ അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കും. വൽ അൻഫുസ്. ജീവൻ, മനുഷ്യന്മാരുടെ മരണം, രോഗം തുടങ്ങിയ കാര്യങ്ങളിലൂടെയും അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കും. വസ്സമറാത്ത്. കൃഷികൾ, ഫലവർഗങ്ങൾ, ഈ കാര്യങ്ങളിലൂടെയൊക്കെ അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും എന്നാണ് ഈ ആയത്തിൽ അല്ലാഹു നമ്മെ ഓർമ്മപ്പെടുത്തുകയും ഉണർത്തുകയും ചെയ്യുന്നത്. സൂറത്ത് ദഹറിലും അല്ലാഹു പറഞ്ഞു, ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജ്. മിശ്രിതമായ ശുക്ല കണത്തിൽ നിന്നാണ് നാം മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. അല്ലാഹു മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം അല്ലാഹു വീണ്ടും പറഞ്ഞു, നബ്തലീഹി, നാം അവനെ പരീക്ഷിക്കും. ഈ ദുനിയാവിൽ ജീവിക്കുന്ന വിശ്വാസികളാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും അല്ലാഹുവിന്റെ പരീക്ഷണങ്ങൾക്ക് വിധേയരാകേണ്ടി വരും എന്നാണ് ഈ ആയത്തുകൾ അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നത്. എന്തിനാണ് അല്ലാഹു ഇത്തരത്തിൽ മനുഷ്യനെ പരീക്ഷിക്കുന്നത്? ആ പരീക്ഷിക്കുന്നതിലൂടെ അല്ലാഹു എന്താണ് ലക്ഷ്യം വെക്കുന്നത്? അത് ഖുർആൻ പറഞ്ഞു. നിങ്ങളിൽ ആരാണ് അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്ന ആളുകൾ? അല്ലാഹുവിന്റെ മാർഗത്തിൽ ത്യാഗ പരിശ്രമങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾ ആരാണ്? വസ്വാബിരി. രണ്ടാമതായിട്ട് പറഞ്ഞത്, നിങ്ങളുടെ കൂട്ടത്തിൽ ഇത്തരം പരീക്ഷണങ്ങൾ കടന്നു വരുന്ന സന്ദർഭത്തിൽ ക്ഷമിക്കുന്ന ആളുകൾ ആരൊക്കെയാണ് എന്നറിയാൻ വേണ്ടിയാണ് അല്ലാഹുവിന്റെ ഈ പരീക്ഷണം. വലനബ്ലുവന്നക്കും ഹത്താ നഅലമൽ മുജാഹിദീന മിൻകും വസ്വാബിരീൻ. നിങ്ങളിൽപ്പെട്ടിരിക്കുന്ന ജിഹാദ് ചെയ്യുന്ന ആളുകൾ ആരൊക്കെയാണ്, ക്ഷമാലുക്കളായ ആളുകൾ ആരൊക്കെയാണ് എന്ന് അള്ളാഹുവിനെ അറിയാൻ വേണ്ടി അതുവരെ അള്ളാഹു പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ നിങ്ങളുടെ മേൽ ഇറക്കിക്കൊണ്ടിരിക്കും എന്നാണ് ഈ ആയത്തിൽ അള്ളാഹു പറയുന്നത്. ഇത്തരം പരീക്ഷണങ്ങളുടെ ഘട്ടങ്ങളിൽ വിശ്വാസി എന്ന നിലക്ക് നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട് എന്താണ്? ഇപ്പൊ പരീക്ഷണം എന്ന് പറയുമ്പം ഇത്തരത്തിലുള്ള പ്രയാസങ്ങളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും തന്നുകൊണ്ട് മാത്രമല്ല പരീക്ഷണം. അല്ലാഹു ചില ഖൈറുകൾ, നന്മകൾ, ഗുണങ്ങൾ, അതും അല്ലാഹുവിന്റെ ഒരു പരീക്ഷണമാണ്. ഇപ്പൊ ഖൈറിലൂടെയും ഷർറിലൂടെയും അല്ലാഹുവിന്റെ പരീക്ഷണം ഉണ്ടാകും. ഈ രണ്ട് പരീക്ഷണ ഘട്ടങ്ങളിൽ എങ്ങനെയായിരിക്കണം ഒരു വിശ്വാസി അതിനോട് പ്രതികരിക്കേണ്ടത്? നമുക്കൊരു നേട്ടം വന്നു, ഒരു ഗുണം വന്നു, ഒരു സന്തോഷിക്കാനും ആഹ്ലാദിക്കാനുമുള്ള ഒരു വക ഉണ്ടായിക്കഴിഞ്ഞാൽ പലപ്പോഴും ആളുകളുടെ ഒരു സ്വഭാവം, നമ്മൾ പ്രയാസങ്ങളെക്കുറിച്ചും ദുരിതങ്ങളെക്കുറിച്ചും ബുദ്ധിമുട്ടുകളെക്കുറിച്ചും പ്രാരാബ്ദങ്ങളെക്കുറിച്ചും മാത്രമാണ് നമ്മൾ സംസാരിക്കാറുള്ളത്. പലപ്പോഴും അല്ലാഹു എനിക്കും നിങ്ങൾക്കും നൽകിയിരിക്കുന്ന ഗുണങ്ങളെക്കുറിച്ച്, നേട്ടങ്ങളെക്കുറിച്ച്, നന്മകളെക്കുറിച്ച് പലപ്പോഴും നമ്മൾ സംസാരിക്കാറില്ല. പലപ്പോഴും ആളുകളിൽ നിന്ന് ഇത്തരം സംസാരങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിയുന്നില്ല. എനിക്ക് അല്ലാഹു ഇന്ന അനുഗ്രഹങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്, ഇന്ന നേട്ടങ്ങളൊക്കെ എനിക്ക് അല്ലാഹു നൽകിയിട്ടുണ്ട് എന്ന് സംസാരിക്കുന്നതിന് പകരം കൂടുതലായും ആളുകൾ സംസാരിക്കുന്നത് എനിക്ക് ഇന്ന പ്രയാസം, ഇന്ന ബുദ്ധിമുട്ട്, ഇന്ന വിഷമങ്ങൾ ഒക്കെയാണ് എനിക്കുള്ളത് എന്ന ഒരു സമീപനമാണ് നമ്മൾ സ്വീകരിച്ചു വരാറുള്ളത്. ഇപ്പൊ ഹൈറ് നമുക്ക് ലഭിച്ചാൽ ആ ഹൈറിനോട് നമ്മുടെ പ്രതികരണം എങ്ങനെയായിരിക്കണം? അല്ലാഹുവിന്റെ ഒരു നേട്ടം ലഭിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിനെ നമ്മൾ ശുക്ർ ചെയ്യണം, അല്ലാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കണം, അല്ലാഹുവിന് നന്ദി ചെയ്യണം.
അള്ളാഹുവുമായിട്ട് കൂടുതൽ അടുക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യണം. ഇങ്ങനെയാണ് ഖൈർ കിട്ടിയാൽ നമ്മൾ ചെയ്യേണ്ടത്. ഇനി എന്തെങ്കിലും പ്രയാസമാണ്, നേരത്തെ സൂറത്തുൽ ബഖറയിൽ സൂചിപ്പിച്ചതുപോലെ വല്ല പ്രയാസങ്ങളും പ്രതിസന്ധികളുമാണ് നമുക്ക് വന്നതെങ്കിൽ അതിനെ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? അത് ഖുർആൻ പറഞ്ഞു, വബശ്ശിർ അസ്വാബിരീൻ. ആയത്തിന്റെ അവസാനത്തിൽ അല്ലാഹു അങ്ങനെ പറഞ്ഞു, ക്ഷമിക്കുന്ന ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. ഇപ്പൊ ദുരിതങ്ങളും പ്രയാസങ്ങളും കടന്നു വരുമ്പം ക്ഷമിക്കുക എന്നതായിരിക്കണം നമ്മുടെ സമീപനം. എന്നിട്ട് പ്രവാചകൻ ഒരു ഹദീസിലൂടെ പറഞ്ഞു, അജബ ലി അംറിൽ മുഅ്മിൻ, ഒരു വിശ്വാസിയുടെ കാര്യം അത്ഭുതകരമാണ്. എന്താണ് വിശ്വാസിയുടെ കാര്യം അത്ഭുതകരമാണെന്ന് പറയാൻ ഉള്ള കാരണം? പ്രവാചകൻ പറഞ്ഞു, ഒരു വിശ്വാസിക്ക് ഖൈർ വന്നാലും ഷർറ് വന്നാലും അതിനെ ഖൈറായിട്ട് പരിവർത്തിപ്പിക്കാൻ കഴിയും. ഖൈർ വന്നാൽ അവൻ അള്ളാഹുവിനെ നന്ദി കാണിക്കും, അത് അവന് ഖൈറായിട്ട് വരും. ഇനി എന്തെങ്കിലും പ്രയാസങ്ങളോ ദുരിതങ്ങളോ വന്നാലോ അപ്പോൾ അവൻ ക്ഷമിക്കും, അതും അവന് ഗുണകരമായി മാറും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ആയത്ത് അവസാനിപ്പിക്കുന്നത് ഇത് വിശ്വാസിക്കല്ലാതെ വേറെ ഒരാൾക്കും നേടിയെടുക്കാൻ സാധിക്കാത്ത ഒരു കാര്യമാണ് എന്ന നിലക്കാണ്. അപ്പൊ നമ്മൾ അങ്ങനെയായിരിക്കണം ഇത്തരം വിഷയങ്ങളോടുള്ള നമ്മുടെ പ്രതികരണം. എന്നിട്ട് ഖുർആൻ അതിനെ തുറത്തു പറഞ്ഞു, അല്ലദീന ഇദാ അസ്വാബതഹും മുസീബ, അവർക്കെന്തെങ്കിലും പ്രയാസങ്ങൾ ബാധിച്ചാൽ ഖാലു, അവര് പറയും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് വന്നവരാണ്, അല്ലാഹുവിന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകേണ്ടവരാണ്. എന്ന് പറഞ്ഞാൽ അല്ലാഹുവാണ് ഈ ദുനിയാവിലേക്ക് നമ്മെ അയച്ചത്. അല്ലാഹു തരുന്നതിനെയും അല്ലാഹു നല്ലത് തരുന്നതിനെയും ചീത്ത തരുന്നതിനെയും ഒരുപോലെ സ്വീകരിക്കാൻ ബാധ്യസ്ഥനാണ് ഞാൻ. അല്ലാഹുവിന്റെ കൽപ്പനകളും അല്ലാഹുവിന്റെ തീരുമാനങ്ങളും മാത്രമാണ് ഈ ലോകത്ത് നടക്കുക. അപ്പൊ ഏതൊരു അപകടകരമായ വാർത്തകൾ കേൾക്കുമ്പോഴും, പലപ്പോഴും നമ്മള് മരണപ്പെട്ട വാർത്തകൾ കേൾക്കുമ്പോൾ മാത്രമാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയാറുള്ളത്. എന്നാൽ ഖുർആൻ ഇവിടെ പറയുന്നത് എന്ത് മുസീബത്ത്, എന്ത് അപകടകരമായ വാർത്തകൾ കേൾക്കുമ്പോഴും അതിൽ പ്രയാസപ്പെടാതെ, അതിൽ മനസ്സ് വേദനിക്കാതെ, അതിനോട് സമരസപ്പെടാൻ, അതുമായി യോജിച്ചു പോകാൻ സാധിക്കുന്ന ഒരേ ഒരു പ്രഖ്യാപനം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇതെല്ലാം അല്ലാഹുവിന്റെ അടുക്കൽ നിന്നുള്ളതാണ്. ഇത് വിശ്വാസത്തിന്റെ ഒരു പ്രഖ്യാപനമാണിത്. എന്നിട്ട് ഖുർആൻ പറഞ്ഞു, ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വ റഹ്മത്തുൻ. ഇങ്ങനെ ക്ഷമിക്കാൻ സന്നദ്ധരാകുന്ന ആളുകൾക്ക് അല്ലാഹുവിന്റെ ആശീർവാദം അവർക്കുണ്ട്, അല്ലാഹുവിന്റെ കാരുണ്യം അവർക്കുണ്ട്. തീർന്നില്ല, വഉലൈക ഹുമുൽ മുഹ്തദൂൻ, അവരാണ് ഹിദായത്ത് ലഭിച്ചിരിക്കുന്ന ആളുകൾ. ഇത്തരം പ്രയാസങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും ഒക്കെ വരുന്ന സന്ദർഭത്തിൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞിട്ട് ആ പ്രയാസത്തെയും ആ ദുരിതത്തെയും ഇരു കരങ്ങളും നീട്ടി സ്വീകരിക്കാൻ ഒരു വിശ്വാസി തയ്യാറാകുന്നുവെങ്കിൽ അവന്റെ മേലാണ് അള്ളാഹുവിന്റെ ആശീർവാദമുള്ളത്, അള്ളാഹുവിന്റെ കാരുണ്യമുള്ളത്. അവനാണ് സന്മാർഗം പ്രാപിച്ചവനും എന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു അത്തരം ആളുകളെ കുറിച്ച് പറയുകയാണ്. ഈ ക്ഷമയെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ 70-ൽ പരം സ്ഥലത്ത് ഈ ക്ഷമ എന്ന ഈ മഹത്തായ ഗുണത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ ക്ഷമയിലൂടെ നേടിയെടുക്കാൻ സാധിക്കുന്ന ഉന്നതമായ പദവികൾ, വമ്പിച്ച നേട്ടങ്ങൾ, അളവറ്റ പ്രതിഫലങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ വിശുദ്ധ ഖുർആനിൽ നമുക്ക് പരാമർശങ്ങൾ കാണാൻ കഴിയും. മറ്റേതൊരു സൽക്കർമ്മമാണെങ്കിലും ആ കർമ്മങ്ങൾക്കൊക്കെ നിശ്ചിത അളവിലുള്ള പ്രതിഫലമാണ് ലഭിക്കുക. എന്നാൽ ക്ഷമയെ കുറിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ അതിന് പരിധികളില്ല എന്നാണ് പറഞ്ഞത്, അതിന് കണക്കില്ല എന്നാണ് പറഞ്ഞത്. അളവറ്റ പ്രതിഫലമാണ് ക്ഷമാലുക്കളായ ആളുകൾക്ക് ലഭിക്കുക. അപ്പം ക്ഷമ എന്ന് പറയുന്നത്
വിശ്വാസിയുടെ ജീവിതത്തിൽ എന്നെന്നും നിലനിൽക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വഭാവ ഗുണമാകുന്നു അത്. എല്ലാ സൽഗുണങ്ങളുടെയും സൽ സ്വഭാവത്തിന്റെയും അടിസ്ഥാനം എന്നത് ക്ഷമ എന്നുള്ളതാണ്. ഇത്രയേറെ പ്രാധാന്യം കൊടുത്ത ഒരു വിഷയം, സ്വഭാവ ഗുണത്തിൽ ഇത്രയധികം പ്രാധാന്യം കൊടുത്ത മറ്റൊരു വിഷയം നമുക്ക് കാണാൻ കഴിയും. കാരണം അത്രമാത്രം നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് ക്ഷമ എന്ന് പറയുന്നത്. ആ ക്ഷമ ഇല്ലാത്തതിന്റെ പേരിൽ നമുക്കുണ്ടാകുന്ന ദോഷങ്ങൾ, പ്രയാസങ്ങൾ, ആ ക്ഷമ എന്ന ഗുണം നമുക്കുണ്ടെങ്കിൽ ഈ ദുനിയാവിലും നാളെ പരലോകത്തും നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ അതൊക്കെ വിവരിക്കാൻ സാധിക്കാത്ത അത്ര വിശാലമാണ് അതിന്റെ സ്ഥാനം എന്നുള്ളത്. വിശുദ്ധ ഖുർആനിൽ മുത്തഖീങ്ങളായ ആളുകളുടെ സ്വഭാവം, പുണ്യവാന്മാരായ ആളുകളുടെ സ്വഭാവങ്ങൾ, ആ സ്വഭാവങ്ങൾ വിശദീകരിക്കുന്ന കൂട്ടത്തില് സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പറഞ്ഞു, വസ്വാബിരീന ഫിൽ ബഅസാഇ വൽളറാഇ വഈനൽ ബഹസ്. അവര് ദുരിതങ്ങളും പ്രയാസങ്ങളും യുദ്ധം പോലെയുള്ള കെടുതികളും ഒക്കെ ഉണ്ടാകുന്ന സമയങ്ങളിൽ ക്ഷമ അവലംബിക്കുന്ന ആളുകളാണവർ. വലൈസൽ ബിർറ എന്ന് പറഞ്ഞുകൊണ്ട് ആയത്ത് അല്ലാഹു ആരംഭിക്കുകയാണ്. എന്താണ് പുണ്യം എന്ന് പറയുന്നത്? ആരാണ് പുണ്യവാൻ എന്ന് പറയുന്നത്? ആ പുണ്യവാന്റെ സ്വഭാവ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് വിശദീകരിക്കുന്ന സ്ഥലത്ത് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ അതിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണിത്. അപ്പൊ നമുക്ക് ദേഷ്യം വരുന്ന സമയത്ത്, നമുക്ക് എന്തെങ്കിലും പ്രയാസം വരുന്ന സമയങ്ങളിൽ ആ പ്രയാസത്തെ കടിച്ചറക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ക്ഷമ അത്യാവശ്യമാണ്. അതുകൊണ്ട് വീണ്ടും ഖുർആൻ പറഞ്ഞു സ്വർഗത്തെക്കുറിച്ച്. സ്വർഗം അല്ലാഹു മുത്തഖീങ്ങളായ ആളുകൾക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നു. സാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർള് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. ആകാശഭൂമിയോളം വിശാലമായ സ്വർഗം. സ്വർഗം എന്നത് വളരെ വിശാലമായി നീണ്ടു നിൽക്കുന്നതാണത്. ഖുർആനിന്റെ പദപ്രയോഗം നമ്മൾ ശ്രദ്ധിക്കണം. അർളു അസ്സമാവാതു വൽ അർള്, ആകാശഭൂമികളോളം വിശാലമായ സ്വർഗം. അത് ആർക്കു വേണ്ടിയാണ് അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്നത്? ഉഇദ്ദത് ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങളായ ആളുകൾക്ക് വേണ്ടിയാണ്. ആരാണ് മുത്തഖീങ്ങളായ ആളുകൾ? തുടർന്ന് അല്ലാഹു പറയുന്ന കൂട്ടത്തിൽ അല്ലാഹു പറഞ്ഞു, അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വൽളറാ. ആരാണ് മുത്തഖീങ്ങൾ? അവർക്ക് പ്രയാസമുണ്ടാകുമ്പോഴും സന്തോഷമുണ്ടാകുമ്പോഴും അല്ലാഹുവിന്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കുന്നവരാണവർ. വല്ലാത്തൊരു പദപ്രയോഗമാണത്. നമുക്ക് സന്തോഷമുണ്ടാകുമ്പം, നമുക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകുമ്പം അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് കൊടുക്കുന്നവർ മാത്രമല്ല അവർ. പിന്നെയോ അവർക്ക് പ്രയാസങ്ങൾ വരുമ്പോഴും, സാമ്പത്തികമായ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉള്ള സമയത്ത് പോലും അള്ളാഹുവിന്റെ മാർഗത്തിൽ പണം ചെലവഴിക്കാൻ സന്നദ്ധരാകുന്നവരാണവർ. വൽ ഖാലിമീനൽ ഗൈബ്. പിന്നെ പറഞ്ഞതാണ് കോപം കടിച്ചിറക്കുന്ന ആളുകൾ. വൽ ആഫീന അനിന്നാസ്, ജനങ്ങൾക്ക് മാപ്പ് നൽകുന്ന ആളുകൾ. അവർക്കൊക്കെയാണ് സ്വർഗം ഒരുക്കി വച്ചിരിക്കുന്നത് എന്ന് അല്ലാഹു പറയുന്നു. കൊണ്ട് ഖുർആൻ പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിനോട് സഹായം തേടണം. ആ സഹായം തേടാൻ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്, രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇസ്തഈനു ബിസ്സബ്രി വസ്സലാത്ത്. ആദ്യം തന്നെ പറഞ്ഞ ക്ഷമ കൊണ്ടും നമസ്കാരം കൊണ്ടും നിങ്ങൾ അല്ലാഹുവിലേക്ക് സഹായം തേടുക. ഇപ്പൊ വേറൊരു കാര്യം അല്ലാഹു പറഞ്ഞില്ല, വസ്തഈനു ബിസ്സബ്രി വസ്സലാത്ത്. നമസ്കാരം കൊണ്ടും ക്ഷമ കൊണ്ടും നിങ്ങൾ അല്ലാഹുവിനോട് സഹായം തേടുക. എന്താ കാരണം? ഇന്നല്ലാഹ മഅസ്സാബിരീൻ. അല്ലാഹു ക്ഷമിക്കുന്ന ആളുകളുടെ കൂടെയാണ്. അല്ലാഹു ക്ഷമാലുക്കളുടെ കൂടെയാണ്. നിങ്ങൾക്ക് അധികാരം കിട്ടി, നിങ്ങൾക്ക് പ്രതികാര നടപടി സ്വീകരിക്കാനുള്ള എല്ലാ കഴിവും നിങ്ങൾക്കുണ്ട്. നിങ്ങളെ പ്രബോധന രംഗത്ത് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചു അവസാനം നിങ്ങൾക്ക് മേൽക്കോയ്മ ലഭിച്ചു എന്ന് വിചാരിക്കട്ടെ. ആ സമയത്ത് ഖുർആൻ പറഞ്ഞു, വഇൻ ആഖബതും ഫആഖിബു ബിമിസ്ലി മാ ഊഖിബതും. അല്ലാഹു പറയാൻ, നിങ്ങൾക്ക് അങ്ങോട്ട് പ്രതികാരം ചെയ്യാൻ, പ്രതികാര നടപടി സ്വീകരിക്കാനുള്ള അനുവാദമുണ്ട്.
അത് അല്ലാഹ് കൊടുക്കണം. അത് മനുഷ്യന്റെ മനസ്സിന്റെ ഒരാഗ്രഹമാണത്. പ്രതികാര നടപടി സ്വീകരിക്കാൻ നിങ്ങൾക്ക് അനുവാദമുണ്ട് എന്നിട്ട് അല്ലാഹ് പറഞ്ഞു വല ഇൻ സബർതും, ഇനി നിങ്ങൾ പ്രതികാര നടപടി സ്വീകരിക്കാതെ നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ. എപ്പോഴാണ് ക്ഷമിക്കേണ്ടത്? പ്രതികാര നടപടി സ്വീകരിക്കാനുള്ള കഴിവുണ്ടായിരിക്കെ, അതിനുള്ള ത്രാണി ഉണ്ടായിരിക്കെ നമ്മൾ എന്ത് ചെയ്യുക? അവർ ചെയ്ത ആ കുറ്റം നമ്മൾ അവർക്ക് പുറത്തു കൊടുക്കുക, ക്ഷമ കൊടുക്കുക. അവർക്ക് ലഹുവ ഖൈറുൽ ലിസ്സാബിരീൻ, അല്ലാഹ് പറയാണ് അതാണ് ക്ഷമാലുക്കളെ സംബന്ധിച്ചിടത്തോളം അതാണ് ഏറ്റവും ഗുണകരം. പ്രതികാര നടപടി സ്വീകരിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് അവർക്ക് വേണ്ടി ക്ഷമ അവലംബിക്കുക എന്നതാകുന്നു. പ്രവാചകന്റെ ജീവിതം എടുത്ത് പരിശോധിച്ചു നോക്കുക നമ്മൾ. പ്രവാചകൻ മക്കയിൽ ഒരുപാട് പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ദഅവത്തിന്റെ രംഗത്ത് പ്രവാചകൻ അനുഭവിക്കേണ്ടി വന്നു. അങ്ങനെ മദീനയിലേക്ക് പോയി. അങ്ങനെ നല്ലൊരു സമുദായമൊക്കെ ഉണ്ടാക്കി വളർന്ന് അവസാനം മക്ക ഇസ്ലാമിന്റെ കീഴിലേക്ക് വന്നു. ഹിജറ 10-ാം വർഷത്തില് മക്ക ഫത്തഹായി, ഫത്തഹ് മക്ക നടന്നു. അപ്പൊ പ്രവാചകൻ ഇങ്ങനെ മക്ക ഫത്തഹ് നടന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ആളുകളൊക്കെ പ്രവാചകന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്ത് പ്രതികാര നടപടിയാണ് പ്രവാചകൻ സ്വീകരിക്കുക? കാരണം പ്രവാചകനെ മർദ്ദിച്ച ആളുകളുണ്ട്, പരിഹസിച്ച ആളുകളുണ്ട്, പ്രവാചകന്റെ തലയിൽ കുടൽമാലെടുത്തിട്ട ആളുകളുണ്ട്. അങ്ങനെയൊക്കെയുള്ള ആളുകള് പ്രവാചകന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്. പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം സഹാബികളോട് പറഞ്ഞാൽ മതി, ഇന്ന ആളുകൾക്കെതിരെ പ്രതികാര നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞാൽ പ്രതികാര നടപടി സ്വീകരിക്കാനുള്ള കഴിവും ശേഷിയും സൗകര്യവും ഒക്കെ പ്രവാചകനുണ്ട്. പ്രവാചകൻ അവരോട് ചോദിച്ചു, നിങ്ങളോട് എന്ത് ചെയ്യുമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? എന്ത് നടപടി സ്വീകരിക്കുമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? അപ്പോഴും അവർ പ്രവാചകനെ കുറിച്ച് പറയുന്നത് അതാണ് പ്രവാചകന്റെ സ്വഭാവത്തിന്റെ ഗുണമെന്ന് പറയുന്നത്. ഇതാണ് പ്രവാചകനെ ആളുകൾ ആകർഷിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം. പ്രവാചകൻ പറഞ്ഞു, യൂസുഫ് നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ സഹോദരങ്ങളോട് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിനെ കിണറ്റിലിട്ട് അവസാനം സഹോദരങ്ങളൊക്കെ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പൊ ആ പ്രവാചകൻ പറഞ്ഞു, ലാ തസ്രീബ അലൈക്കുമുൽ യൗം, ഇന്ന് എനിക്ക് അധികാരമുണ്ട്, സ്വാധീനമുണ്ട്, പക്ഷെ ഞാൻ നിങ്ങൾക്കെതിരെ നിങ്ങൾ ചെയ്തിരിക്കുന്ന ആ ശിക്ഷക്ക്, ആ പ്രവർത്തനത്തിന് പ്രതികാര നടപടി ഞാൻ സ്വീകരിക്കുന്നില്ല. ഞാൻ നിങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്തു തരികയാണ്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, അതന്നെയാണ് എനിക്കും പറയാനുള്ളത്. മുമ്പ് കഴിഞ്ഞുപോയ യൂസുഫ് നബി അലൈഹിസ്സലാം എന്താണോ പറഞ്ഞത് അതാണ് ഞാനും പറയുന്നത്. ലാ തസ്രീബ അലൈക്കുമുൽ യൗം ഇദ്ഹബൂ, പ്രവാചകന്റെ ചരിത്ര പ്രസിദ്ധമായ ഒരു പ്രഖ്യാപനം. ഇദ്ഹബൂ അൻതുമുത് തുലഖാ, നിങ്ങളൊക്കെ സർവതന്ത്ര സ്വതന്ത്രരാണ്. നിങ്ങൾക്കെതിരെ ഒരു നടപടിയും ഞാൻ സ്വീകരിക്കുന്നില്ല. ആർക്കെങ്കിലും ഈ പറയപ്പെട്ടിരിക്കുന്ന വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉൾക്കൊള്ളാൻ താല്പര്യമുണ്ടെങ്കിൽ, മനസ്സാ വാചാ കർമ്മണ അത് അംഗീകരിക്കാൻ നിങ്ങൾ സന്നദ്ധരാണെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാം. ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിന്റെ കാര്യത്തിൽ ബലാത്കാരമില്ല. ഫമൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ ഫൽയക്ഫുർ, ഇഷ്ടമുള്ളവന് വിശ്വസിക്കാം, ഇഷ്ടമുള്ളവന് അവിശ്വസിക്കാം. അങ്ങനെയല്ലായിരുന്നുവെങ്കിൽ ലോകത്തുള്ള മുഴുവൻ ആളുകളെയും അല്ലാഹു വിശ്വാസികളാക്കുമായിരുന്നു. അല്ലാഹു പറയാണ്, അങ്ങനെ അല്ലാഹു തീരുമാനിച്ചിട്ടില്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഞാനാണല്ലോ ഈ ദുനിയാവിനെ പടച്ചത്, ഇവിടെ എല്ലാ മനുഷ്യരെയും പടച്ചത് ഞാനാണ്, അവരെയൊക്കെ ഞാൻ വിശ്വാസികളായിട്ട് ഈ ദുനിയാവ്, ഈ ഭൂമിയിൽ ജീവിപ്പിക്കുമല്ലോ. അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് മതത്തിന്റെ വിഷയത്തിൽ, വിശ്വാസത്തിന്റെ കാര്യത്തിൽ, ദീനിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു ബലാത്കാരത്തിന്റെ വിഷയമേ ഇല്ല എന്ന് പ്രവാചകൻ ആ സമയത്ത് പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്പൊ ഈ ഒരു സ്വഭാവം, ഈ ക്ഷമ എന്ന് പറയുന്ന ഈ ഒരു സ്വഭാവത്തിലൂടെ ഒരുപാട് ആളുകളെ നമ്മളിലേക്ക് ആകർഷിക്കാൻ നമുക്ക് സാധിക്കും. ഒരുപാട് ആളുകളുടെ ദുസ്വഭാവങ്ങൾ മാറ്റിയെടുക്കാനും നമുക്ക് സാധിക്കും. ഒരാൾ വളരെ മോശമായിട്ട് നമ്മളോട് സംസാരിക്കുന്നു, അതാണ് പ്രവാചകൻ പറഞ്ഞത്, നോമ്പ് എന്നത് ഇത്തരത്തിലുള്ള സൽഗുണങ്ങൾ ആർജിച്ചെടുക്കാനുള്ള ഒരു പരിശീലനത്തിന്റെ മാസമാണ് നോമ്പ്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ആരെങ്കിലും നിങ്ങളെ ചീത്ത വിളിക്കുകയോ നിങ്ങളെ ശകാരിക്കുകയോ ചെയ്താൽ നിങ്ങൾ പറയേണ്ട ഒരു വാക്കുണ്ട്, ഇന്നി സ്വാഇമുൻ, ഞാൻ നോമ്പുകാരനാണ്.
എന്ന് പറഞ്ഞാൽ നീ പറയുന്നത് പോലെ, നീ സംസാരിക്കുന്നത് പോലെ, നീ പ്രതികരിക്കുന്നത് പോലെ പ്രതികരിക്കേണ്ടവനല്ല ഞാൻ അതിൽ നിന്നും ഉയർന്ന വിധാനത്തിൽ ജീവിക്കുന്നവനാണ് ഞാൻ. ഇന്നി സ്വാഹിമുൻ, ഞാൻ നോമ്പുകാരനാണ് എന്ന് പറഞ്ഞിട്ട് നീ പിടിച്ചു നിൽക്കണം, നീ ക്ഷമ അവലംബിക്കണം എന്നാണ് പറഞ്ഞത്. ഖുർആൻ പറഞ്ഞു വലാ തസ്തവിൽ ഹസനതു വലസ്സയ്യിഅ, നന്മയും തിന്മയും ഒരിക്കലും സമമാവുകയില്ല. എല്ലാവർക്കും അറിയാവുന്ന ഒരു തത്വമാണ്. എന്നിട്ട് ഖുർആൻ പറഞ്ഞെന്താ? ഇദ്ഫഅ ബില്ലത്തി ഹിയ അഹ്സൻ, ഏറ്റവും നല്ലത് കൊണ്ടായിരിക്കണം നിങ്ങൾ പ്രതികരിക്കേണ്ടത്. നന്മയെ തിന്മ കൊണ്ടല്ല പ്രതികരിക്കേണ്ടത്, ശത്രുവിനെ ശത്രുതയോടുകൂടിയല്ല പ്രതികരിക്കേണ്ടത്, മറിച്ച് മാന്യമായ പ്രതികരണമായിരിക്കണം നിങ്ങൾ നടത്തേണ്ടത്. തിന്മ ചെയ്യുന്നവനോട് നന്മയോടുകൂടി പ്രതികരിക്കുക. എന്നിട്ട് ഖുർആൻ പറഞ്ഞു ഫഇദല്ലദി ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയുൻ ഹമീം. അങ്ങനെയാകുമ്പം ഉണ്ടാകുന്ന മാറ്റം, നിന്റെ ശത്രു ഉണ്ടല്ലോ, ആ ശത്രു നിന്റെ ഉറ്റമിത്രമായി മാറും. നിന്റെ ഈ പ്രതികരണം കണ്ടിട്ട് നിന്റെ ഉറ്റമിത്രമായിട്ട് അവൻ മാറും. പ്രവാചകന്റെ ജീവിതത്തിൽ എത്ര സംഭവങ്ങൾ, പ്രവാചകന്റെ ജീവിതത്തിൽ നിരവധി സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ പ്രവാചകന്റെ ഉറ്റ തോഴനായി, ഉറ്റ സഹചാരിയായി, ഉറ്റ സ്വഹാബിയായി ജീവിച്ച ഒരുപാട് ആളുകളുടെ ചരിത്രങ്ങൾ പ്രവാചകന്റെ ഈ ഒരു പെരുമാറ്റമായി. എന്നിട്ട് ഖുർആൻ പറഞ്ഞു ഇത് എല്ലാ ആളുകൾക്കും സാധിക്കുകയില്ല. ഇത് ചീത്ത പറയുമ്പം അനങ്ങാതെ ഇങ്ങനെ നിൽക്കുക, അതെല്ലാവർക്കും സാധിക്കുകയില്ല. വമാ യുലഖാഹാ ഇല്ലല്ലദീന സബറു, ഒന്നാമത്തെ ഗുണം, ക്ഷമാലുക്കളായ ആളുകൾക്ക് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. അതാണ് ക്ഷമയുടെ ഏറ്റവും വലിയൊരു കാര്യം. ഇതാണ് വിശുദ്ധ ഖുർആനിൽ 70-ൽ പരം സ്ഥലങ്ങളിൽ ഈ ക്ഷമയെക്കുറിച്ച് അല്ലാഹു പറയാനുള്ള കാരണം. വമാ യുലഖാഹാ ഇല്ലല്ലദീന സബറു വമാ യുലഖാഹാ ഇല്ലാ ദു ഹള്ളിൻ അലീം. മഹത്തായ ഒരു ഗുണമുള്ള ആളുകൾ, അവർക്ക് മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു. ഒരു ശത്രുവിനെ മിത്രമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കുന്ന വിവരണാതീതമായ ഒരു സ്വഭാവ ഗുണമാണ് ക്ഷമ എന്ന് പറയുന്നത്. പ്രവാചകൻ വീണ്ടും വിശദീകരിച്ചു. പ്രവാചകൻ ഹദീസിലൂടെ പറഞ്ഞു ലൈസ ശദീദു ബിസ്സുർഅ, ഗുസ്തി പിടിച്ചിട്ട് പ്രതിയോഗിയെ തകർക്കുന്നവനല്ല ശക്തവാൻ. ഇന്നമ ശദീദു അല്ലദീ യംലികു നഫ്സഹു ഇൻദൽ ഗളബ്. പിന്നെ ആരാണ് ശക്തിയുള്ളവൻ, ശക്തവാൻ ആരാണ് എന്ന് പ്രവാചകൻ പറഞ്ഞത്, കോപം വരുമ്പം, ദേഷ്യം വരുമ്പം ക്ഷമിക്കാൻ സാധിക്കുന്നവൻ ആരോ അവനാണ് ശക്തവാൻ, അവനാണ് ശക്തൻ. മറ്റൊരൊക്കെ ദുർബലനാണ് എന്ന് പ്രവാചകൻ ഒന്നുകൂടി ഈ വിഷയത്തിന്റെ ഗൗരവം നമുക്ക് പറഞ്ഞു തരികയാണ്. ഇപ്പൊ വിശ്വാസവും ക്ഷമയും ജീവിതത്തിൽ അത്യാവശ്യമായ ഒരു ഘടകമാണ്. അല്ല എങ്കിലോ ജീവിതത്തിൽ നമ്മൾ പതറിപ്പോകും. ചില പരീക്ഷണങ്ങൾ വരുമ്പം ആ പരീക്ഷണങ്ങളെ നേരിടാൻ സാധിക്കാത്ത അവസ്ഥകൾ ഉണ്ടാകും. അടുത്ത ആളുകൾ മരിച്ചു പോവുക, സാമ്പത്തികമായ പ്രതിസന്ധികൾ ഉണ്ടാവുക, കച്ചവടമാകെ പൊളിഞ്ഞു പോവുക, മാറാ രോഗങ്ങൾ പിടിപെടുക. ഇതൊക്കെ വരുമ്പം സ്വാഭാവികമായും വിശ്വാസമില്ലാത്ത, നേരിയ വിശ്വാസമല്ല, അടിയുറച്ച വിശ്വാസമില്ലാത്ത, ക്ഷമ അവലംബിക്കാൻ സാധിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു വേള അല്ലാഹുവിനെ കുറിച്ച് മോശമായ ചില ചിന്തകൾ വരെ അവരുടെ മനസ്സുകളിലേക്ക് കടന്നു വരാൻ അത് സാധ്യതയുണ്ട്. ഞാൻ ഇത്രയും നമസ്കരിച്ചിട്ട്, ഞാൻ ഇത്രയും സൽക്കർമ്മങ്ങൾ ചെയ്തിട്ട് അല്ലാഹു എന്നോട് ഇങ്ങനെയാണല്ലോ പരീക്ഷിക്കുന്നത് എന്ന് അല്ലാഹുവിനെ കുറിച്ച് മോശമായ ധാരണ വരെ കടന്നു വരാൻ ഇത് കാരണമായി തീരും. അതുകൊണ്ട് ജീവിതത്തിന്റെ നിലനിൽപ്പാണത്. ജീവിതത്തിന്റെ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണിത്. കർമ്മശാസ്ത്രജ്ഞനായ ഉർവത്ത് ബിൻ സുബൈർ, അദ്ദേഹത്തിന്റെ ഒരു ചരിത്രമുണ്ട്. അദ്ദേഹത്തിന്റെ കാലിന് പഴുപ്പ് ബാധിച്ചു. അങ്ങനെ ഡോക്ടർമാര് പറഞ്ഞു കാല് മുറിച്ചു മാറ്റണം, അല്ലെങ്കിൽ പഴുപ്പ് മുകളിലേക്ക് കയറും. അപ്പൊ അദ്ദേഹം പറഞ്ഞു ശരി, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്റെ കാല് മുറിച്ചു മാറ്റണം.
അങ്ങനെ മുറിച്ചു മാറ്റാൻ പോകുമ്പം ഡോക്ടർമാര് പറഞ്ഞു ബോധം കെടുത്തിയതിനു ശേഷം മാത്രമേ മുറിക്കാൻ പാടുള്ളൂ. അങ്ങനെ കഴിയൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ വേദന കടിച്ചിറക്കാൻ കഴിയില്ല. അപ്പോൾ പറഞ്ഞു അത് പാടില്ല, ബോധം കെടുത്താൻ പാടില്ല. ഞാനൊരു വിശ്വാസിയാണ്, എനിക്ക് എല്ലാ സമയവും അള്ളാഹുവിനെ ഓർമ്മിച്ചുകൊണ്ടേയിരിക്കണം, അള്ളാഹുവിന്റെ ദിക്റിൽ എനിക്ക് കഴിഞ്ഞുകൂടാൻ കഴിയണം. നിങ്ങൾ എന്നെ ബോധം കെടുത്തിയാൽ എനിക്ക് അള്ളാഹുവിനെ ഓർമ്മിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ബോധം കെടുത്തൊന്നും വേണ്ട, നിങ്ങൾ നിങ്ങളുടെ കർമ്മവുമായിട്ട് മുന്നോട്ട് പോകുക. അങ്ങനെ അദ്ദേഹത്തിന്റെ കാല് മുറിച്ചു മാറ്റി. ദിക്റുകളിലും തഹ്ലീലുകളിലും തക്ബീറുകളിലും ഒക്കെ ആയിട്ട് ആ കാല് മുറിച്ചു മാറ്റി. അതല്ല വിഷയം. ആ അദ്ദേഹത്തിന്റെ കാല് മുറിച്ചു മാറ്റിയ അതേ ദിവസം മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുമായിട്ടാണ് ആളുകൾ അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് വന്നത്. താങ്കളുടെ പ്രിയപുത്രൻ വീടിന്റെ മട്ടുപ്പാവിൽ നിന്ന് വീണ് നിങ്ങളുടെ മകൻ ഇതാ മരണപ്പെട്ടിരിക്കുന്നു. എന്തായിരിക്കും ഒരാളുടെ അവസ്ഥ? ഒരാളുടെ കാല് മുറിച്ചു മാറ്റുക. ആ സമയത്താണ് അദ്ദേഹത്തിന് ഏറ്റവും അടുത്തതെന്ന് പറയാവുന്ന സ്വന്തം മകൻ മരണപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത കേൾക്കേണ്ടി വരിക. എന്തായിരിക്കും എന്റെയും നിങ്ങളുടെയും അവസ്ഥ? ഇത്തരം രംഗങ്ങളെ നമുക്ക് എങ്ങനെയാണ് നേരിടാൻ കഴിയുക? അദ്ദേഹം പറഞ്ഞത് ഈ രണ്ട് സമയങ്ങളിലും അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാണ് സർവത്ര സ്തുതിയും, വിശ്വാസിക്കും ക്ഷമാലുവിനും മാത്രമേ ഈ വാക്ക് പറയാൻ കഴിയൂ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, എനിക്ക് 7 മക്കളുണ്ട്. ആ 7 മക്കളിൽ ഒരു മകനെ മാത്രമാണല്ലോ അള്ളാഹുവിലേക്ക് തിരിച്ചു വിളിച്ചത്. ബാക്കി 6 മക്കളുണ്ടല്ലോ. അതാണ് അൽഹംദുലില്ലാഹ് എന്ന് പറയാനുള്ള കാരണം എന്ന് ഉർവത്ത് ബിൻ സുബൈർ പറയുന്നു. പിന്നെ വീണ്ടും അദ്ദേഹം പറഞ്ഞു കാല് മുറിച്ചു മാറ്റിയപ്പം അപ്പോഴും അദ്ദേഹം പറഞ്ഞു അൽഹംദുലില്ലാഹ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു എനിക്ക് 4 പ്രധാനപ്പെട്ട അവയവങ്ങളുണ്ട്. ആ 4 പ്രധാനപ്പെട്ട അവയവങ്ങളിൽ ഒരു അവയവം മാത്രമാണ് മുറിച്ചു മാറ്റപ്പെട്ടിരിക്കുന്നത്. മൂത്ത അവയവം വീണ്ടും നിലനിൽക്കുന്നു. അത് തന്നിരിക്കുന്നത് പടച്ചവനാണ്. പിന്നെ എങ്ങനെയാണ് അൽഹംദുലില്ലാഹ് എന്ന് പറയാതിരിക്കുക? അപ്പൊ അള്ളാഹു തന്നതിനെ തിരിച്ചു ചോദിച്ചാൽ കൊടുക്കൽ തന്നെ. അള്ളാഹു തന്നതാണിത് എന്ന് വിശ്വാസമുണ്ടെങ്കിൽ, അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു അമാനത്താണിതൊക്കെ. ആ അമാനത്ത് അള്ളാഹു തിരിച്ചു ചോദിച്ചാൽ തിരിച്ചു കൊടുക്കണം എന്നതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പ്രയാസങ്ങളും പ്രതിസന്ധികളും പരീക്ഷണങ്ങളും കടന്നു വരുന്ന സമയങ്ങളിൽ ആ പരീക്ഷണങ്ങളിൽ പതറാതെ ഉറച്ചു നിൽക്കാൻ അവർക്ക് സാധിക്കുന്നത് ഈ ഈമാനികമായ ആവേശവും ഈ ക്ഷമയുമാണ്. ഈ ഒരു ക്ഷമ എന്ന ഈ ഒരു ഗുണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പരമാവധി പരിശ്രമിക്കുക. പടച്ച തമ്പുരാൻ ആ അർത്ഥത്തിൽ ക്ഷമാലുക്കളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പടച്ച തമ്പുരാന്റെ നിയമനിർദ്ദേശങ്ങൾ അംഗീകരിച്ചും മാനിച്ചും ജീവിക്കണമെന്ന് ഒടുക്കൽ കൂടെ നിർത്തുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ കടന്നു വരുന്ന സമയത്ത് എപ്പോഴാണ് നമ്മൾ ക്ഷമ അവലംബിക്കേണ്ടത്? നമ്മളൊക്കെ നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പം നമ്മൾ പറയാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പറയുകയും പ്രവർത്തിക്കാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തതിനു ശേഷം നമ്മൾ പറയും ഞാൻ ഇനി ക്ഷമിച്ചിരിക്കുന്നു. ഇങ്ങനെ ഒരു ക്ഷമ അല്ല ഉണ്ടാകേണ്ടത് എന്നാണ്. ഒരിക്കൽ പ്രവാചകൻ ഒരു സ്ത്രീ ഒരു കബറിന്റെ അടുത്ത് വെച്ച് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇസ്ബിരി, ക്ഷമിക്കൂ എന്ന് ആ സ്ത്രീയോട് പറഞ്ഞു. അപ്പൊ ആ സ്ത്രീക്ക് ഇത് പ്രവാചകനാണെന്നറിയില്ല. അപ്പൊ ആ സ്ത്രീ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി പോയാൽ മതി, എന്റെ പ്രയാസം നിങ്ങൾക്കറിയില്ല. നമ്മളൊക്കെ പറയുന്നത് പോലെ തന്നെയാണ് ആ സ്ത്രീയും പറഞ്ഞത്. അങ്ങനെ പ്രവാചകൻ നടന്നുപോയി. ഇപ്പൊ പിറകെ വന്ന സഹാബികൾ പറഞ്ഞു അത് പ്രവാചകനാണ്. ഇപ്പൊ സ്ത്രീക്ക് വല്ലാത്ത പ്രയാസം ഉണ്ടായി. പ്രവാചകന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു പ്രവാചകരെ ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ്, ഞാനിപ്പോൾ ക്ഷമിച്ചിരിക്കുന്നു. അപ്പോഴാണ് പ്രവാചകൻ ഒരു കാര്യം പഠിപ്പിച്ചത്, ഇന്നമസ്സബറു, തീർച്ചയായും ക്ഷമ അവലംബിക്കേണ്ടത് ഇന്ദ സദമത്തുൽ ഊല, എപ്പോഴാണോ പ്രയാസമുണ്ടായത് ആ സമയത്താണ്. ഇപ്പോഴല്ല നീ ക്ഷമ അവലംബിക്കേണ്ടത്.
മറിച്ച് ആ സമയത്ത് നീ പൊട്ടിക്കരയുകയും നീ മാറിലടിച്ചുകൊണ്ട് കരയുകയും പറയാൻ പാടില്ലാത്ത പറയുകയും ഒക്കെ ചെയ്ത ആ സമയമുണ്ടല്ലോ, ആ സമയത്താണ് നീ ക്ഷമിക്കേണ്ടത്. ഇന്ദ സദമത്തിൽ ഊല, ആ പ്രയാസമുണ്ടായ ആദ്യഘട്ടങ്ങളിലാണ് ക്ഷമ അവലംബിക്കേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് നമ്മളിൽ വരുന്ന ഏത് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഈ പറഞ്ഞ രൂപത്തിൽ അള്ളാഹുവിലുള്ള ആത്മാർത്ഥമായ വിശ്വാസത്തിലൂടെയും ക്ഷമയിലൂടെയും ആ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്ത് യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കുക. പടച്ചതമ്പുരാൻ ആ രൂപത്തിൽ ക്ഷമ അവലംബിച്ചുകൊണ്ട് ഈ ദുനിയാവിൽ ജീവിച്ച് മരിച്ചു പോകാൻ സാധിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഫലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ.